കുറെ കാലമായി ഫോണിലൊക്കെ ഉണ്ട് സഖാവ് കെ ഇസ്മയിൽ. എന്താണ് ഈ ചെറുപ്പത്തിന്റെ രഹസ്യം? എന്നോട് നാട്ടുകാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. രഹസ്യം ഞാൻ അങ്ങനെ പരസ്യമായിട്ട് ഇല്ല ഇല്ല ഇതൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നെന്ന് കരുതുന്നു. പ്രശ്നമില്ലല്ലോ. ഇദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ നമ്മൾ കണ്ടുമുട്ടിയതാണ്. വളരെ പഴയ ബന്ധുക്കളാണ്. അപ്പൊ കാര്യങ്ങളൊക്കെ ഇപ്പൊ എന്തൊക്കെയാ ചെയ്യുന്നത്? ഇപ്പം സജീവമായിട്ട് പാർട്ടിയിലുണ്ടോ? ഞാൻ ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന സുഖദുഃഖങ്ങളിലെല്ലാം എന്റെ സാന്നിധ്യം ഉണ്ടാകും. ഇതെല്ലാം എന്റെ സുഹൃത്തുക്കളും ഈ തടിച്ചുകൂടിയ ജനാവലി അറിയുന്നവരാണ്. ഞങ്ങളെ ഒന്ന് വരട്ടാൻ വേണ്ടി കൊണ്ടുവന്നാണോ? വേണ്ടി വന്ന പാലക്കാട് വെച്ച് കൈകാര്യം ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായ ഒരു പിന്തുണയും പ്രോത്സാഹനവും. ഓ തീർച്ചയായിട്ടും അങ്ങയുടെ പിന്തുണയിലെ പിന്നെ ആരുടെ പിന്തുണയുള്ളത്? ആ ഷാൾ കൊണ്ട് എന്റെ നാട്ടിൽ വന്നിട്ട് നല്ലൊരു ഷാൾ ചെറിയ മനസ്സിലങ്ങ് ഷാൾ എന്നേ അണിയിച്ചിട്ടുള്ള ആളല്ലേ? ഓക്കെ. എഴുത്തൊക്കെ നടക്കുന്നുണ്ട്. മഹത്തായ ദൗത്യവുമായിട്ട് ഇറങ്ങിയതാണ്. വലിയ ദൗത്യ. പക്ഷെ ഒരു കാര്യം നമുക്ക് ഉറപ്പായി, ഞങ്ങൾക്ക് 3 പേർക്ക് ഉറപ്പായി, ഇത് നിങ്ങൾക്കൊക്കെ പറ്റൂ ഈ പണി. നമ്മള് പരാജയം സംഭവിച്ചിരിക്കുന്നത്. അതത്രേ ഉള്ളൂ. കാര്യം നിങ്ങളൊക്കെ ഒരു 10-60 ദിവസം നടന്നാലും പയറ് പോലെ തിരുവനന്തപുരത്ത് അല്ലതില്ലേ? ഞങ്ങൾ ഒട്ടി വലിഞ്ഞ് എന്റെ വെയിറ്റ് തന്നെ 1.5 കിലോ. ഒരു പുതിയ അനുഭവമല്ലേ അത്? തീർച്ചയായിട്ടും അത് സക്സസ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും ആൾക്കാർ കാരണം എന്താ പറയുക, ജനങ്ങൾക്ക് ഭയങ്കര ഭീതിയുണ്ട്. അതാണ് കാര്യം. അങ്ങനെ ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? സീരിയസ് ആയിട്ട് പറഞ്ഞാൽ അല്ല, പഴയ കാലത്തില്ലാത്തതുപോലുള്ള ഒരു ഭയം സാധാരണ കുടുംബക്കാർക്കും രക്ഷിതാക്കൾക്ക് ഉണ്ടായിട്ടുണ്ട്. വഴിയിലിറങ്ങിയാൽ തന്നെ വല്ലവനും കൊലക്കത്തിയായിട്ട് വരുമെന്ന് ആൾക്കാർക്ക് പേടിയും. അത് സ്വന്തം കുഞ്ഞുങ്ങള് മക്കള് അവര് പോലും പ്രകോപിതരാകുന്നു. പൈസ ചോദിച്ചാൽ കൊടുക്കുന്നില്ലെങ്കിൽ 2ാം പ്രാവശ്യം ചോദിക്കുന്നത് പള്ളിക്ക് കത്തി വെച്ചുകൊണ്ടാണ്. ആ ഒരു അവസ്ഥ വളർന്നു വരുന്നത്. അതൊന്നും പണ്ട് കാലത്ത് ഇല്ലാത്തതാണ്. അപ്പൊ ആ പ്രവണതയിൽ നിന്ന് ഈ യുവതലമുറയെ മോചിപ്പിച്ചേ പറ്റുള്ളൂ. ഈ പാലക്കാടിന്റെ ഒരു അവസ്ഥ പൊതുവെ എങ്ങനെയാണ്? ഞങ്ങൾ കണ്ട ജില്ലകളിൽ അങ്ങോട്ട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞതാണ്, ഒരു പഞ്ചായത്തും ഇതിൽ നിന്ന് മോചനമില്ല. കാരണം നമുക്ക് എല്ലാ പഞ്ചായത്തിനെയും മോചിപ്പിക്കേണ്ട ഭീകരമായ ദൗത്യമാണ് മലയാളിയുടെ മുന്നിലുള്ളത്. അത് നമ്മൾ മോചിപ്പിക്കും അല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ ആ ആത്മവിശ്വാസം നമുക്കുണ്ട്. ചില പഞ്ചായത്തിലുണ്ട് ഏറ്റക്കുറച്ചിലുണ്ട്. ചില പഞ്ചായത്തിലൊക്കെ വളരെ കുറവാണുള്ളത്. ചില പഞ്ചായത്ത് ഇതേ ഉള്ളൂ ആ അവസ്ഥയുണ്ട്. ഓക്കെ. അപ്പൊ നമ്മളത് പണം ഉണ്ടാക്കാൻ ഏത് മാർഗം സ്വീകരിക്കുക വഴിയാണ് നല്ലതെന്നുള്ള ഒരു ഫിലോസഫി അതൊന്നാണ് ഉണ്ടാവുന്നത്. ഈ പാലക്കാട്ടെ ഒരു അവസ്ഥ കുട്ടികളെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നത് പല സ്ഥലങ്ങളിലും. അതുകൊണ്ടാണ് ഈ ക്യാമ്പസുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതൊക്കെ നടക്കുന്നത്. മനസ്സിലായി. അതുകൊണ്ട് അത് എന്ത് ചെയ്തും അടിച്ചമർത്തിയേ പറ്റുള്ളൂ. അതിന് കുറച്ചുകൂടി കർക്കശമായ നിലപാട് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കണം. ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് മാത്രം വിചാരിച്ചാൽ പോരാ, നാട്ടുകാർ വിചാരിക്കണം, കുടുംബങ്ങളിൽ രക്ഷിതാക്കൾ വിചാരിക്കണം, അധ്യാപകരും വിദ്യാർത്ഥികളും തീരുമാനങ്ങൾ എടുക്കണം. ചോദ്യം വിഴുങ്ങിയും തോന്നുന്നു. അത്ര സുഖമല്ലാത്ത ചോദ്യമാണ്. പാലക്കാട് എങ്ങനെയാ കാര്യങ്ങൾ? അല്ല, പാലക്കാട് ഞങ്ങൾ ഈ കേരളത്തിന്റെ ഭാഗമല്ലേ പാലക്കാട്. രാഷ്ട്രീയക്കാരനെ കുറിച്ച് നമുക്കൊരു അഭിപ്രായമുണ്ട്. അപ്പൊ പാലക്കാട് പൊതുവെ എങ്ങനെയാ? പാലക്കാടും ഇതിന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് മറ്റു ജില്ലകളെക്കാളൊക്കെ കൂടുതലുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പാലക്കാടും ഉണ്ട്, പല സ്ഥലങ്ങളിലും അധികമുണ്ട്, പല സ്ഥലങ്ങളിലും കുറവുമാണ്. ഈ വയസ്സായപ്പോ കുറച്ച് ഡിപ്ലോമാറ്റിക് ആയെന്ന് തോന്നുന്നു. ഞാൻ ഒരുപോലെ തന്നെയാണ് എപ്പോഴും കർക്കശം വേണ്ട. വളരെ സന്തോഷം കണ്ടത്. അങ്ങനെ കൂടെ നമ്മളുണ്ട്. 1-2 ചോദിച്ചോ? ആശമാരുടെ സമരം തീർക്കണ്ടേ? ആശമ ഞങ്ങൾ പൊതുവെ ഏത് സമരത്തിനും അനുഭവമായ നിലപാടാണ് സ്വീകരിക്കുക. അതെ, പക്ഷേ അതൊരു കേന്ദ്ര ഗവൺമെന്റ് സ്കീമാണ്. കേന്ദ്ര ഗവൺമെന്റ് ആ കാര്യത്തിൽ എടുക്കുന്ന നിഷേധ നിലപാടിനെ കുറിച്ച് കാമാന്ന് വിരിയാടാതെ അതിനെ തമസ്കരിച്ചുകൊണ്ട് കേരളമാണ് അതിന്റെ മുഖ്യപ്രതി എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയമുണ്ട് അതിന്റെ പുറകില്. അല്ല, അങ്ങോട്ട് ചോദിക്കണം ചോദിക്കുന്നത്, സർക്കാരിനെ സ്കീമിൽപ്പെടുത്തി എന്തെങ്കിലും ചെയ്യാനുണ്ടോ? അല്ല, സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന പരമാവധി ചെയ്യുന്നുണ്ട്. അമ്മമാരെയൊക്കെ തിരുവനന്തപുരത്ത് അങ്ങനെ ഇടാൻ പാടുണ്ടോ? അല്ല, സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന പരമാവധി ചെയ്യുന്നുണ്ട്, ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ഗവൺമെന്റിനെ ശ്വാസം മുട്ടിച്ച് ഇല്ലാതാക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്. ആ രാഷ്ട്രീയം മനസ്സിലാക്കാൻ കഴിയാതെ അതിന് ആയുധമായി കഴിഞ്ഞാൽ അതിനെ നമുക്ക് സഹകരിക്കാൻ കഴിയില്ല. അതാണ് എന്റെ പ്രശ്നം. ഓക്കെ, വളരെ സന്തോഷം. അപ്പൊ സന്ധിക്കും വരെ വണക്കം. താങ്ക് യു. അത് നമ്മൾ വളരെ കേട്ടോ കാശ്മി, നമ്മൾ തമ്മിൽ ആദ്യ കാലം മുതൽ നമ്മൾ ഏറ്റുമുട്ടിയിട്ടുണ്ട്. അപ്പൊ അന്നൊക്കെ ഫയർ ബ്രാൻഡ് മന്ത്രി കെ ഇസ്മയില വരുന്ന വരവ് തന്നെ ഒരു ഫോമായിരുന്നു. നമ്മുടെ തങ്കപ്പതക്കത്തൊക്കെ ശിവായി ഗണേശൻ വരുന്നില്ലായിരുന്നു. ഒരൊറ്റ വരവാ. റെഡി. അപ്പൊ എന്തായാലും
വളരെ സന്തോഷം. താങ്ക്സ് അലോട്ട്. ഇപ്പൊ ചോദിച്ചാണ് സാറിനോട് എന്താ ഈ ചെറുപ്പത്തിന്റെ രഹസ്യം എന്ന് ചോദിച്ചു. അത് അങ്ങോട്ട് ചോദിക്ക്. അപ്പൊ അല്ല നൈബറാണ്. അടുത്ത വീട് അല്ലേ? അപ്പൊ അത് കണ്ട് പഠിക്കണോ? നമ്മള് കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് കണ്ടതല്ലേ? ഓക്കെ. 22 അല്ലേ? ഓക്കെ. ആ, നിങ്ങൾക്കും വലിയ പ്രായമൊന്നും ആയിട്ടില്ല, അത്യാവശ്യം കുഴപ്പമില്ല പോകുന്നുണ്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രായമായിട്ടില്ലെന്ന് പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രായമായിട്ടില്ലെന്ന് പറയാം. അതാണല്ലോ നമ്മുടെ രാഷ്ട്രീയ കളി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അച്യുതൻ സാറേ പറയും. ഒരു വ്യാപാരി വ്യവസായികളാണ് അല്ലേ? നിങ്ങളുടെ ഒരു നിലപാട് എങ്ങനെ? ഞങ്ങൾക്ക് ഇതിനോട് കേരളത്തിലെ പ്രഗത്ഭ ചാനലായ 24 ഇതിന് എഫേർട്ട് എടുത്തതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് വർദ്ധിച്ചു വരുന്ന കേരളത്തിലെ ഭീതിജനകമായ ഒരവസ്ഥയാണ് ഉള്ളത്. ഇത് കുട്ടികളിൽ ഒരു അവയർനെസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് സ്വന്തം വീടുകളിൽ നിന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ആരാധനാലയങ്ങളിൽ നിന്നും എല്ലാം ഇത് വരണമെന്നാണ് നമുക്ക് പറയുന്നത്. കാരണം ഇപ്പോഴത്തെ ഈ തലമുറ മാറിയേ പറ്റൂ, എന്നാൽ മാത്രമേ ഈ കേരളത്തിന്റെ ഈ അവസ്ഥ മാറുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. നമ്മളൊന്നിച്ച് യാത്ര ചെയ്തില്ലയോ? നമ്മൾ ഈ കാര്യത്തിൽ ഒന്നിച്ചല്ലേ യാത്ര ചെയ്യുന്നു? തീർച്ചയായിട്ടും. ഓക്കെ.